കുറേ നാൾ റീൽസ് കണ്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആമ്പലുകളുടെ വസന്തമായ നമ്മുടെ സ്വന്തം മലരിക്കൽ. നമ്മളിവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മളെ ചുറ്റും കൂടിയിട്ടുണ്ടാവും. വള്ളത്തിലേക്കുള്ള ക്യാൻവാസിങ്ങിനും ആമ്പൽ പൂവിക്കാൻ വേണ്ടിയും. ഈ കാണുന്ന ചേച്ചിയെ കണ്ടോ? അതുപോലെ തന്നെ ഇവരോടെല്ലാം പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് വള്ളത്തിൽ കയറാൻ പോയത്. 100 രൂപ മുതൽ 1000 രൂപ വരെയാണ് വള്ളത്തിൽ കയറുന്നതിന് അവർ ചാർജായി ഈടാക്കുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണെങ്കിലും വള്ളത്തെ കയറാൻ എനിക്ക് കുറച്ച് പേടിയാണ്. വള്ളവും വെള്ളവും ഒക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള സാധനങ്ങളാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ മുട്ടിനത്ര മാത്രമേ അവിടെയൊക്കെ വെള്ളവും. എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് 100 രൂപ ഒരാൾക്ക് എന്നുള്ള നിരക്കിലാണ്. അപ്പോൾ 200 രൂപയ്ക്ക് അധിക ദൂരമൊന്നും പോകാനാവത്തില്ല. ഏകദേശം ഒരു അരമണിക്കൂർ. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആമ്പൽ വാങ്ങാനൊരു മോഹം. ഒരെണ്ണത്തിന് 50 രൂപയാണ് ഇതിൻ്റെ വില. ആമ്പൽ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ മലരിക്കലുള്ളവർക്ക് ചാകരയാണെന്ന് തന്നെ വേണം പറയാം. പക്ഷേ എല്ലാവരും നിശ്ചിത സമയത്തേക്ക് മാത്രം. ഇപ്പോൾ രാവിലെയാണ് ഏകദേശം പൂ വിടരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയോടുകൂടി എല്ലാം അവസാനിക്കും. അങ്ങനെ നമ്മൾ പൂവും വാങ്ങി വള്ളത്തിലും കയറി തിരിച്ചു വരാൻ നേരമായപ്പോഴാണ് നല്ല മഴക്കാരൻ. കണ്ടിട്ട് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. പക്ഷേ നനയാനുള്ള സെറ്റപ്പും നമ്മുടെ കയ്യിലില്ല. എന്തായാലും രണ്ടും വരട്ടെ എന്ന് വിചാരിച്ച് കാണാത്ത കുറച്ച് കാഴ്ചകളും കൂടി കാണാമെന്ന് വിചാരിച്ച് അതുവഴി എല്ലാം നടന്നു. അപ്പോഴതാ നമ്മൾ പറഞ്ഞ ആളിങ്ങെത്തി. പിന്നെയുള്ളതെല്ലാം മഴക്കാഴ്ചകളാണ്. നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടിരുന്നത് വെയിലത്തുള്ള കാഴ്ചകളായിരുന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് മഴ വന്നത്. ആദ്യം മടി തോന്നിയെങ്കിലും പിന്നീട് എല്ലാം പോയി കാണണം എന്നുള്ള ആഗ്രഹമായി. അല്ലെങ്കിൽ നമുക്കൊന്ന് തുടങ്ങാനുള്ള മടിയല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് വെക്കുമല്ലോ. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളല്ലേ കഴിക്കാൻ പറ്റൂ. പക്ഷേ ഈ ക്ലൈമറ്റിൽ നിന്ന് ഒരു ചായയും കുടിച്ചൊരു കേക്കും കഴിക്കുമ്പോൾ കിട്ടുന്ന വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. പിന്നീട് നമുക്ക് കുറച്ച് പരിപാടികൾ കൂടി ബാക്കിയുള്ളതിനാൽ നമ്മൾ അധികം താമസിക്കാതെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടൊരു ചേട്ടൻ പിന്നെയും വന്നു. നമ്മൾ വന്നിറങ്ങിയതേ ഉള്ളൂ എന്നോർത്തിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടനോട് പറഞ്ഞു. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്തും ആളുകളുടെ എണ്ണത്തിന് തീരെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളായിരുന്നു. ഇനി ഈ ആമ്പൽ കാണാൻ ആഗ്രഹിക്കുന്നവർ അധികം താമസിക്കാതെ പെട്ടെന്ന് പോയിക്കോളൂ, ഉടനെ ഇത് അവസാനിക്കും.